നമസ്കാരം. സ്പീഡ് ന്യൂസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശക്തന്റെ തട്ടകത്തിൽ ആവേശോജ്വലമായ വരവേൽപ്പ്. പ്രവർത്തകർക്ക് ആവേശം പകർന്ന് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ സ്വരാജ് റൗണ്ടിൽ. വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നടന്ന മഹിളാ സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ദേശീയപാത കുതിരാനിലെ ഒരു തുരങ്കം താൽക്കാലികമായി അടയ്ക്കും. ഗാൻട്രി കോൺക്രീറ്റിംഗിനായാണ് തുരങ്കം അടയ്ക്കുന്നത്. പാലപ്പിള്ളി കുണ്ടായിയിൽ ഹാരിസൺ കമ്പനിയുടെ ഓഫീസിന് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. ടാപ്പിംഗ് തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. 20ഓളം ആനകൾ മേഖലയിൽ തമ്പടിച്ചതായി തോട്ടം തൊഴിലാളികൾ. ദേശീയപാത പുതുക്കാട് നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയുടെ പുറകിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ മാളപ്പള്ളിപ്പുറം കാഞ്ഞുത്തറ വീട്ടിൽ 30 വയസ്സുള്ള റിജുവാണ് മരിച്ചത്. പാവറട്ടി പഞ്ചായത്തിലെ പെരിങ്ങാട് പുഴ റിസർവ് വനമാക്കിക്കൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ പിൻവലിച്ച് പുഴയെ പുഴയായി സംരക്ഷിക്കണമെന്ന തീരദേശ സംരക്ഷണ സമിതി. പാവറട്ടി, മുല്ലശ്ശേരി, വെങ്കിടങ്ങ് പഞ്ചായത്തുകളിലെ തീരദേശത്തെ വിവിധ മത, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും ആരാധനാലയ കമ്മിറ്റി പ്രതിനിധികളുമാണ് തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒത്തുകൂടിയത്. ദേശീയപാത 544 നടപ്പാക്കുന്ന 500 കോടിയിലേറെ രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. കാസർഗോഡ് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. ചാലക്കുടി നഗരസഭാ ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനം അവതാളത്തിൽ. മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന 3 ചേംബറുകളും തകരാറിലായി. മേലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ 1ാം നിലയിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ കം ഇൻഫർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും. അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ക്ഷീരസംഘത്തിൽ ഇപ്പോൾ ദിനംപ്രതി 1600 ലിറ്റർ പാൽ അളക്കുന്നുണ്ടെന്ന് സംഘം പ്രസിഡന്റ് വി ഡി തോമസ്. നഷ്ടത്തിലോടുന്ന KSRTC ബസ് സർവീസുകൾ നിർത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി. കഥകളി മത്സരത്തിലെ ആചാര്യനായിരുന്ന കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാന ചടങ്ങും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ആദരണ സമ്മേളനവും ഇന്നസെന്റ് സ്മൃതി സംഗമവും നാളെ വൈകിട്ട് ഇരിങ്ങാലക്കുട നഗരസഭാ മൈതാനത്ത് സംഘടിപ്പിക്കും. ആദരണ സ്മൃതി സംഗമ മഹാസമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. വടക്കാഞ്ചേരി പാർലിക്കാട് തച്ചനത്തുകാവിൽ പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നു. മച്ചാട് രഞ്ജിത്തിന്റെ ശിക്ഷണത്തിൽ 7 പെൺകുട്ടികൾ ഉൾപ്പെടെ 14 പേരുടെ അരങ്ങേറ്റമാണ് നടന്നത്. മതിലകം എമ്മാട് UP സ്കൂളിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന 100ാം വാർഷിക ആഘോഷത്തിന് തുടക്കമായി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ യാത്രികർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി സമരം ഉദ്ഘാടനം ചെയ്തു. ഗ്രാസ്വേ ഗ്രാമീണ സംസ്കൃതി വേലൂരിന്റെ പുതുവർഷാഘോഷങ്ങൾ മാധ്യമപ്രവർത്തകനും സംവിധായകനുമായ PS സനോജ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാസ്വേ പ്രസിഡന്റ് രാം പാണ്ഡെ അധ്യക്ഷനായിരുന്നു. ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി എന്നിവയിൽ ഓഫീസറാകുന്നതിനുള്ള നേവൽ അക്കാദമിയുടെ പരീക്ഷകളിലേക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എരുമപ്പെട്ടി റീച്ച് ഫോർ ദ സ്റ്റാർസ് നടത്തിവന്നിരുന്ന ഓഫ്ലൈൻ ക്ലാസുകൾ സമാപിച്ചു. ചീഫ് കോർഡിനേറ്റർ വെറ്ററൻ മേജർ KP ജോസഫിന്റെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. കുടൽമാണിക്യം ദിവസത്തിന്റെ നേതൃത്വത്തിൽ വടക്കേപ്പറമ്പിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. തിരുവുത്സവ ദിവസങ്ങളിൽ അന്നദാനത്തിനാവശ്യമായ പച്ചക്കറി ലഭിക്കുന്നതിനായി ചടങ്ങിൽ ഭക്തർക്ക് പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു. പാവറട്ടി മരതയൂർ ചന്ദ്രത്തി മസ്ജിദിലെ ചന്ദനക്കുടം നേർച്ചയുടെ വരവറിയിച്ച് മുട്ടുമിളി തുടങ്ങി. കോതക്കുരിശി സെയ്തലവിയുടെ നേതൃത്വത്തിലാണ് മുട്ടുമിളി നടക്കുന്നത്. 12, 13 തീയതികളിലാണ് ചന്ദനക്കുടം നേർച്ച. മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തിനിർഭരമായി. മേൽശാന്തി അരവൂർ കൊട്ടാരം വാസുദേവൻ എമ്പ്രാന്തിരി കാർമ്മികനായി. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ ദർശനം നടത്തി. മേൽശാന്തി ശ്രീ രുദ്രൻ നമ്പൂതിരി പ്രസാദം നൽകി. അന്താരാഷ്ട്ര ആയുഷ് കോൺക്ലേവിൽ കേരളത്തിന്റെ പ്രതിനിധിയായി ഡോക്ടർ VR ഉണ്ണികൃഷ്ണൻ പങ്കെടുക്കും. ഈ മാസം 12 മുതൽ 15 വരെ ദുബായിൽ നടത്തുന്ന ഇന്റർനാഷണൽ ആയുഷ് കോൺക്ലേവിൽ പ്രബന്ധാവതാരകനായാണ് ചേലക്കര സ്വദേശിയായ VR ഉണ്ണികൃഷ്ണൻ പങ്കെടുക്കുന്നത്.
ഭാരതീയ പട്ടിക ജനസമാജം ജില്ലാ സമ്മേളനം ഈ മാസം 6, 7, 8 തീയതികളിൽ വലപ്പാട ചന്തപ്പടിയിൽ നടക്കും. ശനിയാഴ്ച വൈകിട്ട് 4-ന് തൃപ്രയാറിൽ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകടനം നടക്കും. മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ ഓപ്പൺ സ്റ്റേജ് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. ഓപ്പൺ സ്റ്റേജ് ബസ് സ്റ്റാൻഡിൽ തന്നെ സൗകര്യപ്രദമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നിർമ്മിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പാറമേക്കാവ് വേലയോടനുബന്ധിച്ച് വെടിക്കെട്ട് പൊതുപ്രദർശനം നടത്തുന്നതിന് സമർപ്പിച്ച അപേക്ഷയിൽ അനുമതിയായി. ശനിയാഴ്ച പുലർച്ചെ 12:30 മുതൽ 2 മണി വരെയുള്ള സമയത്താണ് വെടിക്കെട്ടിന് അനുമതി നൽകിയത്. ഗുരുവായൂർ മണ്ഡലം ജൽജീവൻ മിഷൻ പദ്ധതി അവലോകന യോഗം NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്നു. മണ്ഡലത്തിൽ ജൽജീവൻ മിഷൻ പ്രവൃത്തികൾക്കായി പൊളിച്ച റോഡുകൾ അടിയന്തരമായി പുനർനിർമ്മിക്കാൻ MLA നിർദ്ദേശം നൽകി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര അറബിക് ഭാഷാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ഷോർട്ട് ഫിലിം സംവിധായകൻ അഫ്സൽ മിക്താദ് ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി ആം ആദ്മി പാർട്ടി. കേന്ദ്ര സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുന്നതിനെതിരെ അമ്പക്കാട് ജംഗ്ഷനിലായിരുന്നു പ്രതിഷേധം. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.